ആമേൻ. സ്തോത്രം. ഇന്നും എനിക്ക് വചനം കേട്ടപ്പോ അതിലും ദൈവം തന്നൊരു എന്താ പറയാ ഒരു ഭാഗം തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. ആമേൻ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1 തുടങ്ങിയിട്ടുള്ള വാക്യം നോക്കിയ പുറപ്പാട് 3 പുറപ്പാട് 3-ാം അധ്യായം 1 തുടങ്ങിയിട്ട്. മോശെ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹൊരേബ് വരെ കൊണ്ടുവന്നു. അവിടെ പിന്നെ വാക്ക് വായിക്കാം. ആമേൻ. സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 20 തുടങ്ങി വായിക്കും. അക്കാലത്ത് മോശെ ജനിച്ചു. അവൻ ദിവ്യസുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പന്റെ വീട്ടിൽ പോറ്റി. പിന്നെ അവനെ പുറത്തെറിഞ്ഞപ്പോൾ ഫറവോന്റെ മകൾ അവനെ എടുത്തു തന്റെ മകനായി വളർത്തി. മോശെ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു. വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രയേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന് മനസ്സിൽ തോന്നി. അവരിൽ ഒരുത്തനെ ആക്രമിക്കുന്നത് കണ്ടിട്ട് അവനെ സഹായിച്ചു. മിസ്രയീമിനെ അടിച്ചു കൊന്ന് പീഡിതന് വേണ്ടി പ്രതിക്രിയ ചെയ്തു. ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് തന്റെ സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ വിചാരിച്ചു. എങ്കിലും അവർ ഗ്രഹിച്ചില്ല. പിറ്റേ ദിവസം അവർ കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ അടുക്കൽ വന്ന്, പുരുഷന്മാരെ, നിങ്ങൾ സഹോദരന്മാരല്ലോ, തമ്മിൽ അന്യായം ചെയ്യുന്നതെന്ത് എന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്താൻ നോക്കി. എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ തള്ളി മാറ്റി, നിന്നെ ഞങ്ങൾക്ക് അധികാരി ന്യായകർത്താവുമാക്കിയതാർ. ഇന്നലെ മിസ്രയീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് മോശെ ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു. അവിടെ രണ്ട് പുത്രന്മാരെ ജനിപ്പിച്ചു. മതി ഇവിടെ കാണുന്നത് നമ്മൾ ആദ്യം വായിച്ചു പാർത്ത് മോശ അമ്മായിയപ്പന്റെ പുരോഹിതന്റെ അമ്മായിയപ്പനെ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറം ദൈവത്തിന്റെ പർവ്വതം ഹോരേബ് കൊണ്ട് ചെന്നു. ഹല്ലേലൂയ. മോശയെ കുറിച്ച് നമ്മള് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് ഇവിടെ എഴുതിയിട്ടില്ല ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും, പക്ഷെ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് എഴുതിയിട്ടുണ്ട്. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു. വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. ഹല്ലേലൂയ. 40 വയസ്സ് വരെ ആമേൻ നമ്മുടെ ഫറവോന്റെ കൊട്ടാരത്തിൽ പാർത്തു. ആമേൻ. എല്ലാ വിദ്യാഭ്യാസം, ആയുധകലയില് എല്ലാത്തിലും വാക്കിലും പ്രവൃത്തി എല്ലാം സമർത്ഥനായിരുന്നു. ഹല്ലേലൂയ. അവിടെ 40 വർഷമായപ്പോഴാണ് സഹോദരന്മാരുടെ അടുക്കിലേക്ക് ചെല്ലുന്നത്. അവിടെ ഉണ്ടായ സംഭവ വികാസം കാരണം അവിടെ ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഓടിപ്പോയിട്ട് അവിടെ പുരോഹിതനായ യിത്രോവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന മേളിൽ രണ്ടാം അധ്യായം വായിച്ച് നമുക്ക് മനസ്സിലാവും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് പുള്ളിയുടെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് മോശ മരുഭൂമിയിലൂടെ എന്താ പറയാ അമ്മായിയപ്പന്റെ ആടുകളെ മേയിച്ചോണ്ട് നടക്കും. മോശയ്ക്ക് സ്വന്തമായിട്ട് ആടുകളില്ല, അമ്മായിയപ്പന്റെ ആടുകളെ മേയിച്ചോണ്ട് നടക്കും. അപ്പൊ ആ ഭാഗം പറഞ്ഞപ്പോ ദേവദാസ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഹല്ലേലൂയ. കാരണം ഈ 40 വർഷക്കാലം 1-2 ദിവസമല്ല, 40 വർഷക്കാലം ഈ മരുഭൂമിയിൽ ആടുകളെ മേയിച്ചോണ്ട് നടക്കുമ്പോൾ മോശയുടെ ഉള്ള ചോദ്യം മുഴുവൻ എന്തായിരുന്നു വെച്ചാ, എന്നെ എന്തിനാ കൊട്ടാരത്തിലേക്ക് അയച്ചത്? എന്നെ എന്തിനാ വിദ്യാഭ്യാസം തന്നത്? എന്നെ എന്തിനാ ആയുധകലയിൽ അഭ്യസിപ്പിച്ചത്? എന്നെ എന്തിനാ സകല ജ്ഞാനത്തിലും ഹല്ലേലൂയ എന്നെ പഠിപ്പിച്ചത് എന്തിനാ? ഈ ആടിനെ മേയ്ക്കാൻ ഇതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നീ എന്തിനാ ഇത് എനിക്ക് വേണ്ടി എന്ന്. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഞാൻ ദൈവത്തോട് ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു, കർത്താവിന് ഞാൻ പലപ്പോഴും ചോദിച്ചു, കർത്താവേ എന്റെ മേൽ എന്തിനാ ഈ അഭിഷേകം പകർന്നു? കാരണം എനിക്കറിയാം എന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ അളവ് എത്ര വലുതാണെന്ന് എനിക്കറിയാം. അപ്പൊ ആ അഭിഷേകം ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇത് വല്ല പാസ്റ്ററുടെ വൈഫിനോ വല്ല പാസ്റ്ററുടെ മക്കൾക്കോ ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ ഇത് വല്ലവർക്കൊക്കെ പ്രയോജനപ്പെട്ടത്. എനിക്ക് തന്നിട്ട് ഈ റൂമിനകത്ത് അടച്ചുകൊണ്ടിരിക്കുന്ന എനിക്കിത് കിട്ടിയിട്ട് എന്താ പ്രയോജനമുള്ളത്? ഹല്ലേലൂയ. അപ്പൊ എന്നെ വിളിച്ചത് എന്തിനാ? വിളിച്ച് തെരഞ്ഞെടുത്ത് ദൈവ അഭിഷേകം പകർന്ന് ആക്കി വെച്ചിട്ട് എന്തിനാ വേറെ ആരെങ്കിലും ആക്കിക്കൂടായിരുന്നു? എന്നെ എന്തിനാ വിളിച്ച്? ഞാൻ പല പ്രാവശ്യം ചോദിച്ചു. ഇപ്പൊ ദൈവാത്മ എന്നോട് പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇതിങ്ങനെ പറയുന്ന കേട്ടപ്പം ഞാൻ ഓർത്ത്, ദൈവമേ മോശയെ പോലെ തന്നെയല്ലേ ഞാനും. ഹല്ലേലൂയ. മോശ അതിൽ നടക്കുമ്പോഴൊക്കെ മോശ 40 വർഷവും ദൈവത്തോട് ഇത് ചോദിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. മോശയ്ക്ക് സംസാരിക്കാൻ വേറെ ആരുമില്ല, ആടുകൾ മാത്രമേ ഉള്ളൂ.
അപ്പൊ മോശ ഈ ദൈവത്തോട് ചോദിച്ച ഈ 40 വർഷം എനിക്കൊന്നും ദൈവം മിണ്ടിയിട്ടില്ല മോശ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, എന്റെ ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ എന്റെ കാര്യം ചോദിക്കാൻ ദൈവം മിണ്ടുന്നില്ല. അല്ലെ, നമുക്ക് ഓരോരുത്തർക്കും ഉള്ള വിഷമമല്ല അത്. നമ്മുടെ കാര്യം ദൈവത്തോട് പറഞ്ഞ ദൈവം മറുപടി പറയുന്നില്ല, നമുക്ക് വിഷമം. പക്ഷെ 40 വർഷക്കാലം മരുഭൂമിയിലൂടെ നടന്ന് മോശയോടും ദൈവം സംസാരിച്ചില്ല. ഹല്ലേലൂയ. മോശ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നല്ല, ഒരിക്കൽ പോലും ദൈവം സംസാരിച്ച്. ഹോരേബിലേക്ക് ആടുകളെ മേയിച്ചുകൊണ്ട് ചെല്ലുന്ന മോശ. ഹല്ലേലൂയ. ഹോരേബിൽ ഒരു മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ട മോശ. ഹല്ലേലൂയ. അവിടേക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി കടന്നു ചെല്ലുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. പക്ഷെ ഈ 40 വർഷക്കാലത്തെ മരുഭൂമി യാത്ര എത്ര കഠിനമാണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുള്ള. മരുഭൂമി കൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുന്ന മോശയ്ക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാൽ മോശ കുഞ്ഞുനാൾ മുതലേ കേട്ടിരുന്നു, എന്താ ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനായിട്ടാണ് മോശ ജനിച്ചത്. അതൊക്കെ എന്ന് വെച്ചാൽ മോശയ്ക്ക് പാല് കൊടുത്ത് മോശയുടെ അമ്മ തന്നെയായിരുന്നു, നമുക്കറിയാം അതൊക്കെ അല്ലേ. അപ്പൊ സഹോദരി മിരിയാം അവിടെ ചെല്ലുമായിരുന്നു, കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് ഇവര് ഹലേലി അവര് തമ്മിൽ അടികൂടുന്ന കണ്ടപ്പോഴത്തേന് വന്ന് അവിടെ ചെന്നിട്ട് അതിന്റെ ഇടയ്ക്ക് മധ്യസ്ഥനായി ചെല്ലാൻ ആദ്യം മിസ്ലിമിനെ തല്ലി കൊല്ലാൻ കാര്യമൊക്കെ ചെയ്ത കാര്യം മോശയാണ് ഇവരുടെ വിടുതലിനായി കണ്ടിരിക്കുന്നത് മോശയ്ക്ക് അറിയാമായിരുന്നു. പക്ഷെ മോശ മരുഭൂമിയിലെത്തി മോശ ദൈവത്തെ തെറ്റുപറ്റി പോയതായിരിക്കും അല്ലേ, അല്ലെങ്കിൽ എനിക്ക് തെറ്റുപറ്റി പോയതായിരിക്കും. ഞാൻ കേട്ടതൊന്നും ചിലപ്പോൾ സത്യമായിരിക്കത്തില്ലായിരിക്കും അല്ലെ. നമ്മൾ ചില വാക്തത്വങ്ങളൊക്കെ കേട്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തോറാനും ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. നമ്മൾ കേൾക്കും, ഈ പറഞ്ഞ പ്രവാചകന്റെ കുഴപ്പമാണോ, ഞാൻ കേട്ടതിന്റെ കുഴപ്പമാണോ, ഇനി നമ്മൾ വ്യാഖ്യാനിച്ചതിന്റെ കുഴപ്പമാണോ? ഇതൊക്കെ നമുക്ക് തോന്നാറുണ്ടല്ലേ. ചില മാസങ്ങളും ദിവസങ്ങളും തീയതിയും വർഷങ്ങളും ഒക്കെ പറഞ്ഞ് ഓരോരുത്തർ ആലോചനയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് സംഭവിക്കുന്നില്ല. അതിന്റെ ഓപ്പോസിറ്റ് സംഭവിച്ചെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒന്നിൽ പറഞ്ഞപ്പോ മാറിപ്പോയി കാണും, ഇല്ലെങ്കിൽ ഞാൻ കേട്ടത് മാറിപ്പോയി, ഇല്ലെങ്കിൽ ഞാൻ കേട്ടപ്പോ ഞാൻ മനസ്സിലാക്കിയത് മാറിപ്പോയി കാണും. ചിലപ്പോ ഇങ്ങനെ ആയിരിക്കത്തില്ല ദൈവം ഉദ്ദേശിച്ചത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞ നമുക്ക് 6 ഡേറ്റ് കണ്ട ചിലപ്പം ചില ദിവസം വരെ 6-ാം മാസത്തിൽ വിടുതൽ നടക്കാം, ചില ദിവസം വരെ 6 മാസം കഴിഞ്ഞ് വിടുതൽ നടക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ചിലർ പറയും 6-ാം തീയതി വിടുതൽ നടക്കും അല്ലേ. ഇതെല്ലാം പറയാം. ഇപ്പൊ 6 months എന്ന് കണ്ടാൽ പോലും ചില ആൾക്കാര് 6th month ജൂൺ മാസത്തിൽ ഒരു വിടുതലാണ്, അല്ലെ പറയും 6 മാസം കഴിഞ്ഞു, ഇങ്ങനെയും വ്യാഖ്യാനിക്കും അല്ലെ. പക്ഷേല് ഇവരെങ്ങനെ വ്യാഖ്യാനിച്ചാലും പറഞ്ഞ ദൈവത്തിന് തെറ്റും. ദൈവത്തിൻ്റെതൊരു സമയമുണ്ട്. ദൈവം നമുക്ക് വേണ്ടി അപ്പോയിന്റഡ് ആയിട്ടൊരു ടൈമുണ്ട്. ആ ടൈമിൽ അത് കൃത്യമായിട്ട് നടക്കും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ അപ്പോയിന്റഡ് ടൈമിൽ അത് നടക്കത്തുള്ളൂ. നമ്മൾ എത്ര ചോദ്യം അങ്ങോട്ട് ചോദിച്ചാലും, നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും, ഹല്ലേലൂയ, എത്രയൊക്കെ നിലവിളിച്ചാലും, എത്രയൊക്കെ ആയാലും ചില സമയങ്ങൾ ദൈവം മൗനമായി തന്നെ ഇരിക്കത്തുള്ളൂ. മോശയുടെ മുമ്പ് 40 വർഷക്കാലം മൗനതയിലായിരുന്നു ദൈവം. ഹല്ലേലൂയ. അവിടെയൊന്നും ദൈവം മറുപടി പറഞ്ഞെങ്കിൽ മോശ വിക്കനായി, ഒന്നിനും കൊള്ളാത്തവനാ, തടിച്ച നാവുള്ളവനാ, വേറെ ആരെങ്കിലും അയക്കണമെന്നൊന്നും മോശ പറയില്ലായിരുന്നു മോശയ്ക്ക്. കാരണം ദൈവം അപ്പോഴും ദൈവം പറയുകയാണ്, നിന്നെ തന്നെ ഞാൻ കണ്ടേക്കുന്നേ, നിന്നെ ഞാൻ വിളിക്കും, ഇന്ന സമയം നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കും എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞെങ്കിൽ മോശ അത്ര നിരാശയിലേക്ക് പോകില്ലായിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന കാര്യം ആ ദൈവത്തിന്റെ ദീർഘമായ ഒരു മൗനത ഹല്ലേലൂയ മോശയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മോശ അങ്ങനെ ആടുകളെ മേയിച്ചു. പക്ഷേ മോശ അപ്പോഴെല്ലാം ഇതിന് ഒരിക്കലും സംഭവിക്കത്തില്ല, ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ചെങ്കിലും അവിടെ എന്താ സംഭവിക്കുന്നത്? അതിന്റെ 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം തുടങ്ങി വായിക്കാം. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയപ്പോൾ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്ത് പോകാതിരിക്കുന്നതും കണ്ട്, മുൾപ്പടർപ്പ് വെന്ത് പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്താ, ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു, മുഖം മൂടി. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു.
വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുവാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോന്യർ, പെരിസ്യർ, ഹിവ്യർ, എബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രൈമ്യർ അവരെ ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകുമെന്ന് അരുളി ചെയ്തു. മോശ ദൈവത്തോട്, ഞാൻ മിസ്രയേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണമെന്ന് ചോദിച്ചു. അതിന്റെ ദൈവം മോശയോട്, ഞാനാകുന്നു ആകുന്നവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ മിസ്രയീം മക്കളോട് പറയണമെന്ന് കൽപ്പിച്ചു. അപ്പൊ ഇവിടെ ആമേ 40 വർഷമൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ പോകുമ്പം യഹോവയുടെ ദൂതൻ ദൂതന്റെ മുൾപ്പടപ്പിനെ നടുവെന്ന് അഗ്നിജ്വാല അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാൽ മുൾപ്പടപ്പ് തീപിടിച്ച് കത്തും. മുൾപ്പടപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്ന യഹോവ കണ്ടപ്പോ ദൈവം മുൾപ്പടപ്പിന്റെ നടുവെന്ന് അവനെ വിളിച്ചു, മോശയെ മോശയെ എന്ന് വിളിച്ചു. അതിനവൻ, ഇതാ ഞാൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ അവൻ ആ സമയം കറക്റ്റ് ദൈവത്തിന് അപ്പോയിന്റഡ് ടൈം ആയപ്പോൾ, ഹല്ലേലൂയ, ആരും പറയാതെ മോശ ദൈവം അവിടത്തേക്ക് അട്രാക്ട് ചെയ്യണം. ആ കാര്യം, ആ അസൈൻമെന്റ് അത് കൊടുക്കാൻ വേണ്ടി, അത് ഏൽപ്പിക്കാൻ വേണ്ടി മോശ അവിടേക്ക് കടന്നു ചെല്ലുകയാണ്. മോശ അവിടേക്ക് കടന്നു ചെന്നപ്പം ദിവസം ഇങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞു. പറഞ്ഞ് മോശയ്ക്ക് ആകെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തുണ്ടെന്നറിയാം? ആടുകൾ മോശയുടെ അമ്മായിയപ്പന്. മോശയ്ക്ക് ആകെ ഉണ്ടായ കാലക്കിടന്ന് ചെരിപ്പുണ്ട്. മോശയുടെ സ്വന്തമായിട്ട് കയ്യിലൊരു വടിയുണ്ട്. ദൈവത്തെ മുട്ടിയ സമയത്ത് മോശയുടെ കയ്യിൽ ആകെയുള്ള മോശയുടെ ചെരുപ്പ് ദൈവം ചെരുപ്പഴിച്ചു ഞാൻ പറഞ്ഞു. ഞാൻ നിൽക്കുന്ന വിശുദ്ധമാണ്, അതുകൊണ്ട് കാര്യം ചെരുപ്പഴിച്ച് കളയാൻ പറയും. ആകെപ്പാട് സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞ ആ സാധനങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പൊ ദൈവമായിട്ട് ശരിക്കും എൻകൗണ്ടർ ചെയ്യുമ്പം നമുക്ക് നേട്ടങ്ങളല്ല, ഭൗതികമായിട്ടുള്ളതും കൂടെ നഷ്ടമാകും ചിലപ്പം. ചിലതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്ന, നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന അതും കൂടെ പോയി കിട്ടും. അതാണ് അവിടെ മോശയ്ക്ക് സംഭവിക്കുന്നത്. മോശ ചെന്നല്ല ആദ്യം ദൈവം പറയുന്നത്, ഉൾപ്പെടുന്ന നിലയിൽ അവൻ മോശയെ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാനെന്ന് പറയും. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നിൽക്കുന്ന സ്ഥലം വിശുദ്ധ, കാലിന് ചെരുപ്പ് അഴിച്ച് കളക എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. അപ്പൊ മോശയുടെ കാലിലുണ്ടായിരുന്ന ചെരുപ്പ് ദൈവം ആദ്യം അഴിച്ച് കളയിപ്പിച്ചു. ഹല്ലേലൂയ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ചിലതൊക്കെ നമ്മുടെ കയ്യിൽ ഉള്ളതൊക്കെ ചിലതൊക്കെ അഴിച്ച് കളയേണ്ടി വരും, മാറ്റേണ്ടി വരും. ഹല്ലേലൂയ. നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞു ലൂക്കോസിന്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞത്, മുടിയനായ മകൻ തിരിച്ചു വന്നപ്പോൾ അപ്പനോട് പുതിയ അങ്കി ധരിപ്പിച്ചു. കാലിൽ പുതിയ ചെരുപ്പിടിയിച്ചു. കയ്യിൽ മോതിരം ഇടിയിച്ചു. ചിലതൊക്കെ അപ്പന്റെ ഭവനത്തിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ഉള്ള ചിലതൊക്കെ മാറ്റിക്കളയണം. ഹല്ലേലൂയ. അവിടെ ആ മുഷിഞ്ഞ വസ്ത്രം മാറ്റി പുതിയ അങ്കി എന്ന് വെച്ചാൽ ആരുടെയെങ്കിലും ഒരു അങ്കിയല്ല, ചേട്ടന്റെ പഴയതെടുത്തല്ല, അവിടെ വിളക്കാന്റെ അല്ല, ഈ മകന് വേണ്ടി തയ്പ്പിച്ച് വിശിഷ്ടമായ ഒന്ന് പിതാവ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സകല സ്വത്തുക്കളും ഭാഗിച്ചു കൊടുത്തപ്പോഴും ആ മകന് ഇനിയും അവനെ എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാകും. പക്ഷെ അത് കഴിയും പിതാവിന്റെ പക്കൽ നമുക്കുള്ള സമ്പത്തുകൾ ഉണ്ട്. പിതാവ് അത് വിശിഷ്ടമായത് ആ കൊടുത്ത അത്രയും കൊടുത്ത സ്ഥാനത്തിനകത്ത് ഇതുപോലെ അംഗം ഉണ്ടായിരുന്നു കാണത്തില്ല. അതുപോലെ ഒന്ന് ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് എപ്പോഴും. ഹല്ലേലൂയ. പുതിയ പുതിയ അങ്കികൾ. ഹല്ലേലൂയ. ഓരോ സമയത്തും നമ്മുടെ പൊസിഷൻസ് മാറുമ്പോൾ അണിയിക്കാൻ പുതിയ അങ്കി. അതിനെന്ത് ചെയ്യാ? ഇപ്പൊ ഇട്ടിരിക്കുന്നത് നമ്മൾ കീറണം, അല്ലെങ്കിൽ ഇപ്പൊ ഇട്ടിരിക്കുന്നത് മാറ്റിക്കളണം. ഏലിയാവിന്റെ മേൽ നിന്ന് പുതപ്പ് താഴേക്ക് വന്ന്, പക്ഷെ ഏലീശയുടെ മേൽ വീണത് എപ്പോഴാണെന്നറിയാവോ? ഏലീശത്തൊന്നും വസ്ത്രം കീറിയപ്പോഴാണ് വീണത്.
ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചിലതൊക്കെ മാറ്റിക്കളയും. നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ കീറിയാൽ മാത്രമേ ചിലതൊക്കെ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ചിലതിനെയൊക്കെ നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ ചിലതിനെയൊക്കെ നേടാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആമീൻ. ഇന്ന് ഞങ്ങളിപ്പം മീറ്റിംഗ് ഇരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് കുറച്ച് വെളിപ്പാടുകൾ ഞാൻ കണ്ട കാര്യങ്ങൾ ആണ്. അപ്പൊ അതിനകത്ത് ഹല്ലേലൂയ ആമീൻ സ്തോത്രം. അവിടെ ആമീൻ നമ്മുടെ സഹോദരൻ ശുശ്രൂഷിക കയറി നിന്നപ്പോ ഒരു ഗോൾഡൻ കീ ഹല്ലേലൂയ അതിങ്ങനെ ഓപ്പൺ ആകുന്ന ഞാൻ കണ്ടപ്പോ ഒരു റോയൽ അനോയിന്റിങ്. അത് കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ ആമീൻ ഹല്ലേലൂയ ഒരു സ്വർണ്ണ ബെൽറ്റ്, നമ്മുടെയൊക്കെ അരയിൽ കെട്ടുന്ന ബെൽറ്റ് ഇല്ല, നമ്മൾ ഈ പാൻസ് ഒക്കെ ഇടണം, അതൊരു ഗോൾഡൻ കളർ ബെൽറ്റ് ഹല്ലെ, അത് അങ്ങനെ അന്തരീക്ഷത്തിൽ ഹല്ലെ ഞാൻ അത് കഴിഞ്ഞപ്പോ ഒരു ആമീൻ ഹല്ലേലൂയ ആമീൻ ഒരു ഗ്ലോറിയസ് ആയ ഒരു ഷൂസ് ഇട്ട കാല് ഭൂമിയിൽ വന്ന് പതിക്കുന്നത്. അതിനുശേഷം കണ്ട റെവലേഷൻ പറയാൻ മറന്നു. പക്ഷെ അത് കഴിയുമ്പോഴത്തേന് ഹാലിൽ ഇവിടെ നമ്മുടെ ഈ പള്ളികളുടെ മുകളിലിരിക്കുന്ന ഇങ്ങനെ ഒരു സംഭവമാണല്ലോ ഇരിക്കുന്നത്, കണ്ടിട്ടില്ലേ? അതെല്ലാം കൂടെ ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് ഹാലേലിയ അതിന്റെ മേലൊക്കെ ഹാലേലിയ ആമേൻ അതിന്മേലൊക്കെ ഒരു ബബിൾസ് പോലെ വന്നിട്ട് അതിന്മേലൊക്കെ വലിയൊരു ലൈറ്റ് വരുന്നത് ഹാലേലിയ. എന്നിട്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ പോയതൊരു മജ്‌ലിസ് ഒരു ഫാം ഹൗസിലായിരുന്നു ഇത് നടക്കുന്നത്. അവിടെ ചെന്ന് കയറിയപ്പോ പരിശുദ്ധാത്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഹല്ലേലൂയ ആമേൻ പരിശുദ്ധാത്മ എന്നെ ഒരു റെവലേഷൻ കാണിച്ചു. അത് ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാരും ഈ ശുശ്രൂഷക്കായി വിളിക്കപ്പെട്ടവര്, ആഗ്രഹമുള്ളവര് പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ദൈവദാസൻ എഴുന്നേറ്റ് പറഞ്ഞു, നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകം നമ്മളെ നടത്താനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കണം. അപ്പോഴും എന്നാൽ മാത്രമേ പരിശുദ്ധാത്മ അഭിഷേകം നമ്മളിലേക്ക് അഭിഷേകം നമ്മളെ പരിശുദ്ധാത്മാവല്ല തടസ്സം, നമ്മൾ വ്യാപരിക്കാൻ നമ്മളാ തടസ്സം. അപ്പൊ ഞാൻ റെവലേഷൻ കാണുന്നുണ്ട്. എന്താ വെച്ചാൽ ഒരു വെള്ള പ്രാവ്, ആ പ്രാവിന്റെ ചിറകും ആ വാലും എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇങ്ങനെ കയ്യിലിങ്ങനെ അമുക്കി പിടിച്ചേക്കാം. പ്രാവിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായി? ആ രീതിയിൽ നമ്മൾ ചിറകും ഈ വാൽഭാഗം എല്ലാം കൂടെ പിടിച്ചിങ്ങനെ അമുക്കി കയ്യിൽ പിടിച്ച. പക്ഷെ അത് കഴിയുമ്പോ പയ്യെ കയ്യിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് റിലീസ് ആകുന്നുണ്ട്. റിലീസ് ചെയ്തു സ്വന്തമായപ്പോ അപ്പോഴും അഭിഷേകം കൊണ്ട് വ്യാപരി. അപ്പൊ പരിശുദ്ധം നീ ഇപ്പൊ പ്രാർത്ഥിക്കണം ഇതിനകത്തേക്ക് എന്ന് വെച്ചാൽ അത് ഫാം ഹൗസ് ഒത്തിരി ഇവിടുത്തെ ആൾക്കാരെ കൂടുതൽ അതിനകത്തൊക്കെ ചെല്ലുന്നത് നമുക്കറിയാലോ, അവര് ഇതിനകത്തേക്ക് ഇനി ആര് കാല് വെച്ചാലും ഇവിടുന്ന് വ്യാപരിക്കുന്ന പ്രസൻസ് അവരെ തൊടണം. ഹല്ലേലൂയ. അവർ കർത്താവിനെ അറിയണം. ഹല്ലേലൂയ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഞാനത് പ്രാർത്ഥിച്ചിരുന്നു, ആരോടും പറയുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഷെയർ ചെയ്തപ്പോ പറയുമ്പോഴത്തെ അപ്പൊ വേറെ ആന്റി പറഞ്ഞു, ആന്റി അവിടെ വർഷിപ്പ് സോങ് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ അപ്പൊ ദൈവത്തിന്റെ ആത്മ ഇടപെട്ടായിരുന്നു, ഇവിടെ ഇനി ആര് കയറിയാലും നമ്മൾ ഇന്ന് പാട്ടൊക്കെ കഴിഞ്ഞ് പോകും, പക്ഷെ ഈ പാട്ട് ഇവിടെ അവരുടെ ചെവിയിലേക്ക് അലയടിക്കണം. ഹല്ലേലൂയ എന്ന് ദൈവാത്മ ഇടപെട്ടായിരുന്നു പറഞ്ഞു. അപ്പം ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന വെച്ചാൽ ഹല്ലേലൂയ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ ദൈവം പറയുന്ന കാര്യങ്ങളിൽ ദൈവത്തിന്റെ ഒരു അസൈൻമെന്റ് നമുക്ക് തരും. എന്റെ അടുത്തൊരു എന്റെ മേലൊരു വാക്തത്വം ഉണ്ട്. ഇവിടുത്തെ ആൾക്കാരെ കൊണ്ട് തന്നെ അവരെ ശുശ്രൂഷകരെ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാലേ ദൈവത്തിന് അവർക്ക് വേണ്ടി സ്പെഷ്യൽ മീറ്റിംഗ് നടക്കുന്ന കാണിച്ചു തന്നിട്ട്. അപ്പൊ ഇതൊക്കെ ഇവിടെ കിടപ്പുണ്ട്. പക്ഷേ ആമേൻ ഹല എന്നിട്ടും മിഡിൽ ഈസ്റ്റിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പലപ്പോഴും നമ്മൾ സമയം കണ്ടെത്താറില്ല. പക്ഷെ ഇന്ന് ദൈവാത്മ എന്നോട് കൃത്യമായി ഇടപെട്ടു, മിഡിൽ ഈസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. മിഡിൽ ഈസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് കൃത്യമായിട്ട് പെട്ടു. കാരണം അവിടെ എല്ലാം ഹല്ലേലൂയ ആമേൻ ദൈവം അനേകരെ തൊടാൻ പോവാണ്. ഇവിടെ ഉള്ള ആൾക്കാരെ കൊണ്ട് തന്നെ അവരുടെ നിന്ന് തന്നെ പാസ്റ്റേഴ്സിനെ എഴുന്നേൽപ്പിക്കും. സൗദിയിൽ നിന്ന് ഇപ്പൊ നമ്മൾ ഏറ്റവും റെസ്ട്രിക്റ്റ് സൗദിയിൽ നിന്ന് റോയൽ ഫാമിലി എന്ന് പാസ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുത്തെ ഇന്റർനാഷണൽ കോൺഫറൻസിൽ അതിനകത്ത് ഒരു പാസ്റ്റർ ആ വിത്ത് ഫുൾ അവരുടെ ഡ്രസ്സിൽ തന്നെ ഇരുന്നിട്ട് ഇതെന്റെ വീഡിയോ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത്, അതൊക്കെ ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള സംഭവങ്ങൾ. പക്ഷെ അവിടെ നിന്നിട്ട് അവരുടേതായ ഭാഷയിലുള്ള ചാനൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ അവിടെ നിന്ന് മാത്രമല്ല ഈ കുവൈറ്റിൽ നിന്നാണെങ്കിലും ഒക്കെ ബെഹറിൽ എനിക്ക് നേരത്തെ അറിയാം. ബെഹറിലെ ഷെയ്ഖിന്റെ പെങ്ങളെ സാമറ്റും പാസ്റ്റർ സ്ഥാനപ്പെടുത്തിയത് അത് എനിക്കറിയാം പുള്ളിക്കാർക്ക്. അപ്പൊ അവിടെ അവന്റെ മൂത്തവന്റെ കല്യാണത്തിന് വന്നിട്ടുണ്ടാകുന്നത്. അപ്പൊ ഇതൊക്കെ എല്ലാ രാജ്യത്തും ദൈവത്തിന്റെ വാക്തത്വം നമ്മുടെ മേലുള്ള ഉന്നതന്മാരെ ഭരണാധികാരികളെ എന്താ പറയാ രാഷ്ട്രീയത്തിലേക്ക് ഉന്നത പദവിയിലിരിക്കുന്നവരെ ഒക്കെ ദൈവം തൊടുമെന്ന് ഇന്ന് ഇപ്പൊ എന്നോട് പറയുന്നു. മോദിയുടെ ഒരു പ്രസ്താവന എടുക്കുന്നുണ്ട്. എന്താ പറയാ, ഇന്ന് ന്യൂസ് വന്നേക്കുന്നത്. ഇപ്പം മോദി പറഞ്ഞു ദൈവത്തിന് ഇതിലുള്ള മോദിയുടെ ഭൂരിപക്ഷത്തെ താഴ്ത്തുമെന്ന് ദൈവം പറഞ്ഞെന്നുള്ളത് മോദി സേസ് എന്നാ കൊടുത്തേക്കുന്നത്. അപ്പൊ അവള് വായിച്ചു കേൾപ്പിച്ചു. അപ്പൊ അവള് പറയാ ഏതെങ്കിലും പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിച്ചാണ് അവര് പറഞ്ഞത് വല്ലതും ആയിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന വെച്ചാൽ അങ്ങനെ ഒരു ഭയം ആൾക്കാരുടെ ഉള്ളിൽ വരണം. പല സ്ഥലങ്ങളിലും ഉണ്ട്. പാർലമെന്റ് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ്, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് പ്രവാചകന്മാരെ വിളിച്ചവര് പ്രാർത്ഥിക്കും.
ആര് ജയിക്കും, എങ്ങനെ ആര് ഭരിക്കും, ഇതൊക്കെ അവർ ചോദിച്ചിട്ടാണ്. ഹല്ലേലൂയ. ആ ഒരു അവസ്ഥയിലേക്ക് എല്ലാവരും വന്നു. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനത്തിന് വിടുവിക്കാണ്ട് മോശയുടെ മേലെ അസൈൻമെന്റ് ഉണ്ടായിരുന്നു. ദൈവം അസൈൻമെന്റ് ഓരോരുത്തർ കൊടുത്ത അസൈൻമെന്റ് നമ്മൾ ചോദിക്കുന്ന സമയത്തല്ല ദൈവം അത് ഓപ്പൺ ആക്കുന്നത്. ദൈവത്തിന്റെ അപ്പോയിന്റഡ് ടൈം ഉണ്ട് എല്ലാത്തിനും. ഞാൻ പറയാം എന്റെ ജീവിതത്തിൽ അപ്പോയിന്റഡ് ടൈം ഇന്നാണോ എന്ന് ചോദിച്ചാൽ ആന്ന് പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നല്ല കറക്റ്റ് ഇന്നലെ എനിക്ക് എന്റെ ജീവിതത്തിൽ ഒത്തിരി സംഭവങ്ങൾ നടന്നു. ഹല്ലേലൂയ. ഞാൻ നമ്മള് മീറ്റിംഗ് തിരിച്ചു പോന്നു. ഇന്നലെ രാവിലെ ഹല്ലേലൂയ ഞാൻ മീറ്റിംഗുമായിട്ട് റെഡി ആയപ്പോഴത്തേന് ഹല്ലേലൂയ കുറെ നാളുകളായി ഞാൻ പറയും ഇങ്ങനെ അകന്ന് നടന്ന റിലേഷൻസ് ഒക്കെ ഭയങ്കര റീകണക്ട് ആകുന്നു. രാവിലെ സാമച്ചൻ പാസ് വിളിച്ചേക്കുക, ഫോൺ വന്നേക്ക് ഞാൻ പെട്ടെന്ന് ഇത് വിളിച്ചു ഫോൺ. അപ്പൊ ഞാൻ പറയും എന്താ പാസ്റ്റർ, കുഞ്ഞെ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, സങ്കടമുണ്ടോ? ഞാൻ ചെന്ത് പറ്റി, നീ സങ്കടപ്പെട്ട പരിശുദ്ധാത്മ എന്നെ കാണിച്ച്. അപ്പൊ ഞാൻ പറയാം വിഷമമുണ്ട്, ഇതിൽ കുറച്ച് വിഷമിക്കാനായിട്ട് തിങ്കളാഴ്ച നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ അവിടുത്തെ, അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. ഓക്കെ. അപ്പൊ ഞാൻ അങ്ങോട്ട് ഞാൻ പറഞ്ഞു എന്നിട്ട് നീ എന്താ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയാൻ ഞാൻ പറഞ്ഞു പാസ്റ്റർ ഒന്ന് വിളിച്ച് പാസ്റ്റർ ഫോൺ എടുത്തില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഫോൺ നഷ്ടപ്പെട്ടു വന്നു, അപ്പൊ നമ്പർ ഒന്നും ഡിസ്പ്ലേ വരത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അത് പെട്ടെന്ന് പറഞ്ഞു വെച്ചു. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ട് അതെന്താ എനിക്കൊന്നും തോന്നിയില്ല. ഹല്ലേലൂയ. പക്ഷെ മീറ്റിംഗ് ചെന്നപ്പോഴത്തേന് ഞാൻ എപ്പോഴും പറയത്തില്ല, ഒരു അലക്സ് പാസ്റ്റർ ജസ്റ്റ് ഞങ്ങൾ പണ്ട് ഞാൻ റോഷിയും കൂടെ വർക്ക് ചെയ്തെടുക്കുന്നു, ഞാൻ പെട്ടെന്ന് നിർത്തി പോകുന്നവരൊന്നും മിണ്ടിയിട്ടില്ല. അപ്പോൾ ആ മീറ്റിംഗിന്റെ ഇടയിൽ ഞാൻ നോക്കുമ്പോൾ അലക്സ് പാസ്റ്ററിന് മിനിസ്റ്റർ എന്ന് പറഞ്ഞ് ഓടി വന്നു എന്റെ. ഹല്ലേലൂയ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ കുറെ ആൾക്കാർ കുറെ നാളുകളായിട്ട് ഞാനിവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്ന സകല ആൾക്കാർ ഇങ്ങോട്ട് വന്ന് മിണ്ടാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒത്തിരി നാളായിട്ട് നമ്മള് ഇവരൊന്നും കാണാറില്ല, മിണ്ടാറില്ല. അപ്പൊ കണ്ടാലും ചിലപ്പോ എന്താ പറയാ അത്ര നമ്മൾ മൈൻഡ് ചെയ്യാറൊന്നും ഇല്ലാതിരുന്ന ഒരവസ്ഥ. പക്ഷെ അവിടെയൊക്കെ എനിക്ക് അന്നേരം മനസ്സിലായി ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത്. ഹല്ലേലൂയ. അമ്മേൻ ഹല്ലേലൂയ. അവിടെ എന്താ വെച്ചാ നമ്മുടെ മേലുള്ള അഭിഷേകത്തിന് തല ഓപ്പൺ ആകുമ്പോൾ ശത്രു എത്ര അകറ്റി നിർത്തിയ ആൾക്കാരാണെങ്കിൽ, ശത്രു എത്ര മാറ്റി നിർത്തിയതാണെങ്കിൽ അതൊക്കെ ഹല്ലേലൂയ നമ്മളെ അറിയാണ്ട് നമ്മുടെ അടുക്കൽ ഒന്ന് കണക്ട് ആവും. നമ്മൾ അങ്ങോട്ട് തേടി പോകണ്ട. ഞാൻ പറഞ്ഞു അങ്ങോട്ട് തേടി പോകണ്ട. ദൈവം പറഞ്ഞു അങ്ങോട്ട് തേടി പോകണ്ട. ഇവിടെ മോശയുടെ മേൽ കിടന്ന വാഗ്ദത്തം അതിന് ടൈം ആയപ്പോൾ ദൈവം ഉൾപ്പെടപ്പിന് അടുക്കിലേക്ക് മോശനെ അടുപ്പിച്ചു എന്ന് വെച്ചാൽ ദൈവം അല്ലെങ്കിൽ മോശയ്ക്ക് വേണ്ടി ഇറങ്ങി വെയിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറയാനായിട്ട്. അല്ലെ, മോശ ചോദിച്ച് നടന്നപ്പോഴും ദൈവം മിണ്ടിയില്ല. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ ദൈവം മറുപടി പറഞ്ഞില്ല എന്ന് വിചാരിച്ച് നമ്മുടെ സ്ഥാനത്ത് മറ്റൊരാളെ ദൈവം പ്ലേസ് ചെയ്തിട്ടില്ല. നമ്മുടെയൊക്കെ ചിന്ത അങ്ങനെ, എന്റെയൊക്കെ ചിന്ത അങ്ങനെ ചിലപ്പോഴൊക്കെ ഇനിയിപ്പോ അന്ന് പറഞ്ഞല്ലേ 2022 കഴിയുമ്പോഴത്തേനും ഇത് നടക്കും പറഞ്ഞു. ഇപ്പൊ 24 ആയാലും ഒന്നും നടന്നു. ഇനിയിപ്പോ അത് ചിലപ്പോ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെയൊക്കെ പക്ഷെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, നമ്മളെ കൊണ്ട് ചെയ്യിക്കെന്ന് പറഞ്ഞ കാര്യം ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അവിടെ ചിലപ്പോ മോശയോട് പറഞ്ഞ ചെരിപ്പൂരി മാറ്റാൻ, അത് കഴിയുമ്പോ മോശയോട് പറഞ്ഞ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി കേട്ടു, അല്ലെങ്കിൽ അവരെ വിടുവിക്കാൻ വേണ്ടി അവരെ കൊണ്ടുപോകാൻ ഞാൻ ഇറങ്ങി വന്ന് ഇസ്രായേലിന്റെ നിലവിളി എന്റെ ഇടയ്ക്കിൽ മിസ്രൈമരെ ഞെരുക്കും ഞാൻ കണ്ടു. ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്റെ ഫറവോന്റെ അടുക്കിലേക്ക്. എന്തിനാ മോശ ഫറവോന്റെ അടുക്കിലേക്ക്? ദൈവത്തിന് അങ്ങ് നേരിട്ട് വിടുവിച്ച പോരെ? അത്ഭുതം മൊത്തം കാണിച്ച ദൈവത്തിന്റെ പ്രവൃത്തിയാണല്ലോ അവിടെ ഫറവോനെ. ഈ മോശമായത് അത്ഭുതം മൊത്തം കാണിച്ച് ഫറവോന്റെ അടുത്തൊന്നും വഴി അങ്ങ് വിടുവിച്ച പോരായിരുന്നു? അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ ചെന്നിട്ട് ഒരു ദർശനം കൊടുത്ത് അല്ലെങ്കിൽ ദൂതനെ അങ്ങോട്ട് പറഞ്ഞു വിടാം, ഫറവോനെ എന്റെ ഈ മോശ വിടുന്നേക്കാട്ടി പെട്ടെന്ന് ഫറവോൻ വിടത്തില്ലായിരുന്നു ഒരു ഏഞ്ചലിനെ വിട്ടെങ്കിൽ ഇല്ലേ? ഒരു മനുഷ്യൻ വന്ന് പറയുന്നേക്കാട്ടി മനുഷ്യർ മറ്റുള്ളവർ പേടിക്കുകയും അനുസരിക്കുകയും ചെയ്യും. ഒരു ദൂതം വന്നു. കറക്റ്റ് ആണോ സാറാമ്മ സിസ്റ്റർ? സാറാമ്മ സിസ്റ്റർ അടുത്തിപ്പോ ഒരു ദൈവദാസം വന്ന് പറയുന്നല്ലേ, ഒരു പ്രവാചകം വന്ന് പറയുന്നതും ഒരു ദൂതം വന്ന് പറയുന്ന വ്യത്യാസം ഉണ്ടോ? ഉണ്ട്. ദൂതം വന്ന് പറഞ്ഞാൽ ഉറപ്പായത് സ്വർഗത്തിൽ നിന്ന് വന്നേക്കുന്നേ അല്ലേ? അപ്പൊ തന്നെ നമ്മളതനുസരിക്കും അല്ലേ? എന്തിനാ മോശേന ദൈവത്തിന്? എന്തിനാണ് മോശേന ദൈവത്തിന്? ഞാൻ ചോദിക്കാറുണ്ട്, എന്തിനാ മോശേന ദൈവത്തിന്? മോശയുടെ നീ പോയിട്ട് അവരെ വിടുവിക്കാൻ. കാരണം മോശയുടെ മേൽ ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. മോശ ജനിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ഹല്ലേലൂയ ആ പ്രോമിസ് ആണ്. അതെന്താ? ഇസ്രായേൽ ജനത്തിനെ വിടുവിക്കാൻ വേണ്ടി ദൈവം ഹല്ലേലൂയ കണ്ടിരിക്കുന്ന വ്യക്തി. അത് അങ്ങനെ നമ്മുടെ ഓരോരുത്തരും മേൽ കിടക്കുന്ന ചില വാഗ്ദത്തങ്ങൾ, ഇതുവരെ നിറവേറ്റപ്പെടാതെ കിടക്കുന്ന ചില ദൂതുകളുണ്ട്. ഹല്ലേലൂയ. ആ ദൂതുകളൊന്നും മരണപ്പെട്ടു പോയെന്ന് ആരും വിചാരിക്കണ്ട. ആ ദൂതുകൾ എത്ര വർഷങ്ങളുടെ പഴക്കം ചെന്നാലും ആ ദൂതുകൾ നിവൃത്തിയാകെ ചെയ്യും. കാരണം ഇത് അരുളി ചെയ്ത ആരാന്നറിയാവോ? വാഗ്ദത്തങ്ങൾ വിശ്വസ്തൻ, ഒരിക്കലും വാക്ക് മാറാത്ത ദൈവം അത് അരുളി ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആ ദൂതുകൾക്കൊന്നും ഒരു മാറ്റം വരുത്തില്ല.
ആകാശം മാറും ഭൂതലം, പക്ഷെ എന്റെ വചനത്തിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരത്തില്ലെന്ന് പറഞ്ഞ ദൈവം തന്നെയാണ് ഹാലെ ഇത് പറഞ്ഞതെങ്കിൽ അവിടെ മോശയോട് പറയും, അവിടെ ചെല്ലാൻ പറയും, ഹാലെ പോകണമെന്ന് പറയും. ഹാലെ അവിടെ കണ്ടാക്കിയ അപ്പൊ മോശ പറയുന്നത് എന്താ? ഹാലേലി ഫറവോന്റെ അടുക്ക പോകാൻ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ വിടുവാൻ ഞാൻ എന്തുമാത്രം ഉള്ളു. കാരണം മോശ എന്താ ചോദിക്കാൻ കാര്യം? 40 വർഷമായിട്ട് മരുഭൂമി കൂടെ നടന്ന് ദൈവത്തോട് കുറെ ചോദ്യങ്ങളൊക്കെ ചെയ്തതിന് മറുപടി ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ മോശ വിചാരിച്ചു ഇനി മോശയല്ല ദൈവം വേറെ രേഖയാണ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞേ, ഇപ്പൊ പണ്ട് 40 വർഷം മുമ്പ് എനിക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു? എന്റെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു, ആയുധകളിൽ പ്രാവീണ്യം ഉണ്ടായിരുന്നു, വാക്കിലും സമർത്ഥനായിരുന്നു. ഈ സമയത്തൊന്നും എന്നെ ഉപയോഗിച്ചില്ല. ഇപ്പൊ ഈ ആടുകളുടെ കൂടെ നടന്ന് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും ആകാത്ത അവസ്ഥയിലെത്തിയപ്പോ പറയാ പോയി കൊണ്ടുവരാൻ. അന്ന് നടക്കാത്ത കാര്യം ഇന്ന് നടക്കുന്ന മോശം ചോദിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അന്ന് ഞാൻ എല്ലാ സൗകര്യവും ഉണ്ട്, എല്ലാ പൊസിഷനും ഉണ്ട്, ഫറവോന്റെ പുത്രൻ മകനെന്ന് വിളിക്കാനായിട്ടുള്ള ആ യോഗ്യത വരെ ഉണ്ട്. ഫറവോന്റെ കൊട്ടാരത്തിൽ ചിലപ്പോ അടുത്ത അവകാശിയാകാനുള്ള യോഗ്യത ഉള്ള സമയത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ജനം വിശ്വസിച്ചില്ല, അവരെ എന്നെ അനുസരിച്ചില്ല. ആ സ്ഥാനത്ത് ഇപ്പൊ ഞാൻ ചെന്ന് പറഞ്ഞ ഈ ആടുകൾ പോലും സ്വന്തമായിട്ടില്ലാത്ത ഞാൻ ചെന്ന് പറഞ്ഞത് കേൾക്കുമെന്നാ മോശം ചോദിച്ചത്. അല്ല നമ്മളൊക്കെ നമ്മളൊക്കെ ചോദിക്കാറുണ്ട് ചിലപ്പോഴും. നമ്മൾ പറയണേ കർത്താവ് അന്നൊക്കെ ആയിരുന്നെങ്കിൽ എവിടെ മിനിസ്റ്റർക്ക് പറഞ്ഞ കാറുണ്ട്, പെട്രോൾ ഉണ്ട്, കാശുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ ആണെങ്കിൽ ഒരു ടാക്സി വിളിച്ചു പോകുമ്പോഴും കാശില്ലാതിരിക്കുന്ന ഇപ്പൊ പറയാം നീ പോയിട്ട് അത് ചെയ്യാൻ പറഞ്ഞു ഇവിടെ പോകും. ഇപ്പൊ എഴുന്നിട്ട് ഇപ്പൊ കർത്താവ് പറയണം, പെട്ടെന്ന് വന്നിട്ട് പറയണം നീ ഒന്ന് ആഫ്രിക്ക വരെ പോയേ, നീ ഒന്ന് എന്താ പറയാ അമേരിക്ക വരെ പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയും എങ്ങനെ പോകാനാ? കണ്ടൊക്കെയാന്ന് ഇവിടെ പറഞ്ഞ അടുത്ത നിമിഷം നമുക്ക് പോകാം. പക്ഷെ ഇപ്പം എങ്ങനെ പോകും? ഈ ഒന്നിനും കൊള്ളാതെ നമ്മുടെ കയ്യിൽ ഒരു കഴിവുമില്ല, മിടുക്കുമില്ല, അവസ്ഥയില്ലെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ദൈവം പറയും ഇപ്പോഴാണ് നിങ്ങൾക്ക് സമയം തുടങ്ങുന്നത്. അല്ലെ? മോശയുടേതായിട്ടുള്ള എല്ലാ കഴിവുകളും നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു. പക്ഷേ ഇവിടെ മോശക്ക് സ്വന്തം ഒന്നുമില്ല, മര്യാദക്ക് സംസാരിക്കാൻ പോലുമില്ല, പഠിച്ചതൊക്കെ മറന്നേ പോയെന്ന് തോന്നുന്നു മോശ. കാരണം ആടുകളുടെ കൂടെ നടന്നത് അതൊക്കെ മറന്നു വെക്കണം. കാരണം 40 വർഷം ഉപയോഗിക്കാതെ എല്ലാവരും മറന്നു വെക്കണം. എല്ലാം പോയി. മോശ ഇങ്ങനെ അന്ന് എന്നെ വല്ലത്തിനൊക്കെ കൊള്ളായിരുന്നു, അന്ന് ഉപയോഗിക്കാത്ത എന്നെ അന്ന് ഞാൻ പറഞ്ഞിട്ട് എന്റെ ജനം കേട്ടില്ല. നമ്മളെ കഴിവിലും പ്രാപ്തിയിലും ആ പൊസിഷനിലും ഒക്കെ നിൽക്കാൻ നമ്മൾ പറഞ്ഞ ആരെങ്കിലും ഒക്കെ ചിലപ്പോ ഒന്ന് കേൾക്കും. ഒന്നുമില്ല തെണ്ടി തിരിഞ്ഞ് കുത്തുവാള തിരിക്കുന്ന നമ്മൾ ആരെങ്കിലും വല്ലതും കേൾക്കും. ഇപ്പൊ ഞാൻ ചോദിക്കാം, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ചെന്നിട്ട് സുവിശേഷം പറഞ്ഞ് നമ്മൾ പറഞ്ഞ ആരും കേൾക്കും? പിന്നെ ആദ്യം നിന്റെ അവസ്ഥ ശരിയാക്കിയിട്ട് നമ്മളല്ലേ? ആണോ? നീ ആദ്യം ദൈവം നിന്റെ കൂടെ നീ ഒന്ന് തെളിയിച്ച് കാണിക്കുക, എന്നിട്ട് വാങ്ങുന്നു. ആണോ? നമ്മുടെ വീട്ടിലൊരു കൊച്ച് സുഖമില്ലാണ്ട് ഒരു മാറാരോഗിയായിട്ട് ഇരിക്കുന്ന ഒരു കുഞ്ഞുണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ അടുത്ത വീട്ടിലെ കൊച്ചിന് വേണ്ടി അസുഖം ഞാൻ പ്രാർത്ഥിക്കട്ടെ, അവർ ആദ്യം നിന്റെ കൊച്ചിനെ പ്രാർത്ഥിച്ച് ശരിയാക്കാൻ പറയും അല്ലേ? ഇതാണ് ജനം പറയുന്നത്. പക്ഷേങ്കില് അവൻ നമ്മുടെ മേൽ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യമാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച അനേകർക്ക് സമ്പത്തുണ്ട്. നമ്മുടെ വീട്ടിൽ രോഗസൗഖ്യം ഇല്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ച രോഗസൗഖ്യം ഉണ്ട്. കാരണം അത് നമ്മുടെ മേൽ കിടക്കുന്ന ശുശ്രൂഷ, ഇത് നമ്മുടെ മേൽ കിടക്കുന്ന ടെസ്റ്റാണ്. ഇത് രണ്ടും തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം, മോശ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ അന്ന് ഇത്രയൊക്കെ പൊസിഷനും കഴിവും മിടുക്കൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേനും എന്നെ വെച്ചിട്ട് അവര് അനുസരിച്ച്. അപ്പോഴാണ് ഇപ്പൊ പറയുന്നത് അത് എന്ത് യോഗ്യത എനിക്കുള്ളൂ? ദൈവത്തോട് ചോദിക്കുന്ന അത് ഞാൻ എന്തുള്ളൂ എന്ന് ചോദിക്കുക. അത് കണ്ടിട്ടേന് ദൈവം പറയും നീ പോയി പർവ്വതത്തിന് അവരെ കൂട്ടിക്കൊണ്ട് വരും എന്നെല്ലാം മോശ വീണ്ടും ചോദിക്കാം. ഓക്കെ, ഞാൻ എന്നെ പറഞ്ഞു വിട്ട ദൈവം ആരാന്ന് വെച്ചാൽ ഞാൻ എന്തോ ഹല്ലേലൂയ. അപ്പൊ ഞാനാകുന്നു എന്ന് പറയാൻ പറയും. ഹല്ലേലൂയ. അത്രയും പറഞ്ഞു വിടുകയാണ് അവിടുന്ന്. എന്നിട്ട് ഇതുപോലെ പോകുന്ന കാര്യം പറയും. അവിടെ കഴിയുമ്പോഴത്തെ അടുത്ത 4-ാമത്തെ അധ്യായം എടുത്തു കഴിഞ്ഞാല് ഒന്ന് തുടങ്ങിയത് വായിച്ചേ. 4-ന്റെ അതിന് മോശെ അവർ എന്നെ വിശ്വസിക്കാതെയും എന്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയും എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ അവനോട് നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്ന് അവൻ പറഞ്ഞു. അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അവൻ നിലത്തിട്ടു, അതൊരു സർപ്പമായി തീർന്നു. മോശെ അതിനെ കണ്ട് ഓടിപ്പോയി. യഹോവ മോശയോട് നിന്റെ കൈ നീട്ടി അതിനെ വാലിന് പിടിക്ക എന്ന് കൽപ്പിച്ചു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു, അത് അവന്റെ കയ്യിൽ വടിയായി തീർന്നു. ഇത് അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് പ്രത്യക്ഷനായി എന്ന് അവർ വിശ്വസിക്കേണ്ടതിനാകുന്നു. യഹോവ പിന്നെയും അവനോട് ഞാൻ നേരത്തെ പറഞ്ഞു മോശയുടെ ആകപ്പാടുണ്ടായിരുന്ന ഒരു ചെരുപ്പ്, അത് ഉരുക്കണം. അടുത്ത മോശയ്ക്ക് സ്വന്തമായിട്ടുള്ള ഒരു വടിയാണ്. ദൈവം അതുപോലെ അതും താഴെയിടാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ മോശയുടെ കയ്യില് ഒരു ചെരുപ്പ് ഉണ്ടായിരുന്നു പോയി, വടി ഉണ്ടായിരുന്നു പോയി. ഹല്ലേലൂയ. ദൈവം വിളിച്ചൊരു അസൈൻമെന്റ് ആദ്യം ഏൽപ്പിക്കുന്ന സംസാരിക്കുമ്പോൾ ആദ്യം ചെരുപ്പ് ഉരുക്കണം.
സംസാരിച്ച് പറഞ്ഞ് ഒരു അസൈൻമെന്റ് കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും ചോദിക്കുന്നത് ഞാൻ എന്ത് ചെയ്യാം? അപ്പൊ നിന്റെ വടി അങ്ങ് താഴേക്കിടാം. ഹല്ലേലൂയ. ആ വടി താഴെ ഇട്ട് ഹല്ലേലൂയ. പിന്നെ മോശയുടെ എടുത്തപ്പോ അത് മോശയുടെ വടിയല്ല. ഹല്ലേലൂയ. താഴെ ഇട്ടപ്പോ അത് മോശയുടെ വടിയാണ്. തിരിച്ചെടുത്തപ്പോ അത് മോശയുടെ വടിയല്ല. അതിനടുത്ത് എഴുതിയിട്ടുണ്ട് യഹോവയുടെ വടിയെന്ന് തന്നെ എഴുതിയിട്ട്. അമ്മേ അത് പിന്നെ ദൈവത്തിന്റെ വടിയായി മാറി. ഹല്ലേലൂയ. അപ്പം നമ്മുടെ കയ്യിൽ ഉള്ളത് ആമേ എന്താ ഒരു കാര്യമൊക്കെ ഏറ്റെടുക്കുന്ന സമയത്ത് ഉള്ളതൊക്കെ അപ്പൊ നമ്മൾ ചിലതൊക്കെ നഷ്ടമാകുന്നവര് അയ്യോ കർത്താവെ ഞാൻ വരുന്നതിന് മുമ്പ് ഇത്ര കുഴപ്പമില്ല, ദാരിദ്ര്യമില്ല, വന്നു കഴിയുമ്പോ എന്റെ ഉള്ളതും കൂടെ പോയല്ലോ എന്ന് പറയല്ലേ. ചിലതൊക്കെ പോകണം. ചിലതൊക്കെ ഇങ്ങോട്ട് മേടിക്കണമെങ്കിൽ, ചിലതൊക്കെ ഏൽപ്പിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ചിലതൊക്കെ പോകണം. പോയാലേ ചിലതൊക്കെ കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്നതൊക്കെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ ഒരു പ്രവൃത്തിയിലേക്ക് കടക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എല്ലാവരുടെ വിചാരം ഇന്ന് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അപ്പൊ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്നാൽ എന്തെങ്കിലുമൊക്കെ ലഭിക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ ലഭിക്കുകയല്ല, പലതും നഷ്ടമാകുക. എന്താ ഈ നഷ്ടപ്പെടുത്തൽ എന്താ വെച്ചാൽ നമ്മള് യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ച് ചെത്തൽ നടക്കും. നമ്മളില് ചെത്തൽ നടക്കും. കായ്ക്കാത്ത കൊമ്പൊക്കെ നമ്മളിലെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കായ്ക്കണം. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം അത് നമ്മൾ പറഞ്ഞ ഞാൻ നമ്മൾ ഫലം കായ്ക്കണം എന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളുടെ യേശു ഫലം കായ്ക്കണം ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ യേശുവിന്റെ അല്ലാത്ത എന്ത് നമ്മളുണ്ടല്ലോ അത് വെട്ടിക്കളയും. ആ വെട്ടലാണ്, ആ ചെത്തലാണ് നമുക്ക് ഫലം നഷ്ടമാണെന്ന് തോന്നുന്നു. നമ്മളിവിടെ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ഫലം കഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഫലം കഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അത് നടക്കത്തില്ല. കാരണം നമ്മൾ ഫലം കായ്ച്ച നമ്മുടെ ഫലേ ആകത്തുള്ളൂ. നമ്മൾക്ക് ഒരാൾക്ക് ഇപ്പൊ നമ്മളൊരാൾക്ക് ഒരു സങ്കടം കണ്ട് നമ്മൾ കുറച്ച് കൊടുത്തു, ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാൻ പൈസ നമ്മൾ കൊടുത്തു, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കല്യാണം കഴിക്കാൻ പൈസ നമ്മൾ കൊടുക്കും. ഇതൊക്കെ നമ്മൾ ഫലം കഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ ഫലമൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മളങ്ങ് നിർത്തും. ചെന്ന് കായ്ക്കത്തില്ല, സ്ഥിരമായി കായ്ക്കത്തില്ല ഈ ഫലം. കാരണം ഇത് നമ്മുടെ ഫലം, നമ്മുടെ മനസ്സിലും നമുക്ക് അവരോട് തോന്നുന്ന സഹതാപമൊക്കെയാണ്. പക്ഷെ ഇതല്ല ഇവിടെ വേണ്ടുന്നത്. നമ്മൾ കർത്താവ് യേശു ക്രിസ്തു നമ്മളിൽ ഫലം കായ്ക്കണമെങ്കിൽ നമ്മൾ അവിടെ ആ കുഞ്ഞിനെ പഠിപ്പിക്കാനായിട്ട് സഹായിക്കാൻ പോകുമ്പോൾ കർത്താവേ നീ സഹായിക്കില്ല, നീ അവനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. നീ ഇപ്പൊ കൊടുത്ത ഒരു നേരത്തെ ദാരിദ്ര്യം മാറും. ഞാൻ അനുഗ്രഹിച്ചാൽ ഹാലില് അവർ എന്നേക്കുള്ള ദാരിദ്ര്യം മാറും. ആ ബ്ലെസ്സിങ് അവിടെ വരും. അപ്പൊ യേശു കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. കർത്താവ് ഫലം കായ്ക്കണം നമ്മളിലൂടെ. നമ്മൾ ഫലം കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കുഴപ്പം. പക്ഷെ നമ്മളിലൂടെ കർത്താവ് ഫലം കഴിക്കണം. നമ്മുടേതായി കാഴ്ച നിൽക്കുന്നതൊക്കെ ദൈവം വെട്ടിക്കളയുന്നേ. അതൊക്കെ വെട്ടിക്കളഞ്ഞാലേ കർത്താവിന് നമ്മളിലൊന്ന് കായ്ക്കാൻ പറ്റും. നമ്മളിൽ കർത്താവ് മുന്തിരിവള്ളി കൊമ്പുകളും കൂടെ ചേർന്ന് നിന്നിട്ട് കൊമ്പൊരിക്കലും ഫലം കായ്ക്കുന്നില്ല. മുന്തിരിവള്ളി തന്നെയാ കായ്ക്കുന്നത്, അല്ലേ? ഏത് മരം അതിനകത്ത് കൊണ്ടിട്ട് കൊമ്പ് നമ്മളിപ്പം നമ്മളെ വീട്ടിലൊക്കെ കുരുമുളക് നടാറുണ്ട്. കുരുമുളക് നടാനായിട്ട് സാധാരണ എല്ലാവരും മുള്ളും കുരുക്കുന്ന സംഭവത്തിലാണ് ഇടുന്നത്. ഏതിൽ കൊണ്ടിട്ടാൽ കുരുമുളക് ഫലം കായ്ക്കത്തില്ലേ? ഞാൻ മുള്ളുമുരുക്കുണ്ടെങ്കിൽ മാത്രമേ കായ്ക്കത്തുള്ളൂ, വേറെ ഒന്നിലേക്ക് ഇട്ടാൽ കായ്ക്കത്തില്ലെന്ന് പറയുക ഇല്ല. നമ്മൾ മാവിന്റെ വീട്ടിലിട്ടാലും പ്ലാവിന്റെ വീട്ടിലിട്ടാലും എല്ലാത്തിന്റെ വീട്ടിലിട്ടാലും അത് കയറി അതിനകത്ത് പടർന്നു പിടിച്ചിട്ട് എവിടെയെങ്കിലും പടർന്നു പിടിക്കാൻ കിട്ടുന്നിടത്ത് എല്ലാം അത് കായ്ക്കും. അതുപോലെ തന്നെ മുന്തിരിവള്ളി ഹാലേലിയ കൊമ്പുകളും മുന്തിരിവള്ളികളും. അപ്പൊ നമ്മൾ കൊമ്പുകളാണ്. കൊമ്പുകൾ ഒരിക്കലും ഫലം കായ്ക്കത്തില്ല. അതിൽ പടർന്നിരിക്കുന്ന മുന്തിരിവള്ളിക്കകത്ത് തന്നെ മുന്തിരി പിടിക്കുന്നത്. അപ്പൊ നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവും നമ്മൾ ഒന്നായിരിക്കുമ്പം നമ്മുടെ ഫലമല്ല അവിടെ വരേണ്ടുന്നത്, കർത്താവിന്റെ ഫലമാണ് നമ്മൾ കായ്ക്കുന്നത്. അതിന് നമ്മളെന്താ ഈ കൊമ്പിനെ അങ്ങോട്ട് മുന്തിരിവള്ളിയുടെ ഇഷ്ടത്തിന് പടർന്ന് കയറാനായിട്ട് മുന്തിരിവള്ളിയുടെ നമ്മൾ പറയാ ഇത് ഈ ഭാഗത്തൂടെ പടർന്നോണം, ഇപ്പുറത്തെ ഭാഗത്തോട്ട് വരരുത്, ഇത് എന്റെയാ എന്ന് പറഞ്ഞാൽ മുന്തിരിവള്ളി കേൾക്കുവോ? ഇല്ല. കാരണം വെച്ചാൽ അത് പടരുമ്പോ അത് ഇഷ്ടമുള്ളിടത്ത കൊമ്പിലൊക്കെ കയറി പടരും. റെസ്ട്രിക്ഷൻസ് വെക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്ന അതാ നമ്മൾ പറയും നമ്മൾ മുന്തിരിവള്ളിയാ, കർത്താവ് മുന്തിരിവള്ളിയാ, നമ്മൾ കൊമ്പ് കയറിക്കും പടർന്നു എന്ന് പറയും. എന്നിട്ട് കർത്താവ് ഇവിടം വരക്കെ വരാവുള്ളു, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം, ഇത്തരം ഭാഗത്ത് നീ ഇവിടെ നിന്നാൽ മതി. ഇതാ നമ്മൾ ചെയ്തോണ്ടേ യഥാർത്ഥത്തിൽ. ഹാലലി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഫലം കായ്ക്കത്തില്ല. കർത്താവ് നമ്മൾ ഫലം കായ്ക്കും, നമ്മൾ സ്വന്തമായിട്ട് കായ്ക്കുന്നു. പക്ഷെ ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മൾ ഫലം കായ്ക്കണം. ദൈവത്തിന്റെ ഫലം നമ്മൾ വരണം. ഹല്ലേലൂയ. നമ്മുടെ ഫലമല്ല വേണ്ടേ. ഞാൻ എപ്പോഴും ഒരു പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് നമ്മളോട് വരേണ്ടത്, അല്ലേ? നമ്മളിപ്പം മനഃപൂർവ്വമായിട്ടൊക്കെ ഞാൻ പറയാം, ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ജനങ്ങളൊക്കെ നമ്മൾ കളിയാക്കാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവരുടെ മുമ്പേ നമ്മൾ മിണ്ടത്തില്ല. എന്താ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ, ആരോടും
അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അവർ പിടിച്ചടക്കി വരും. വന്നിട്ട് ഇവിടെ വന്നിട്ട് ആരോട് തീർക്കുന്നതെല്ലാം കൂടെ ദൈവത്തോട് തീർക്കും. അല്ലേ? അവിടെ ആരുടെ പോലെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുന്നത്? കർത്താവ് യേശുക്രിസ്തു നമുക്ക് കാണിച്ചു എന്താ ക്രൂശിൽ കടന്നപ്പോൾ ഹല്ലേലൂയ വഴിയെ പോയവര് പരീശന്മാര്, പ്രമാണികള്, ക്രൂശിൽ കിടന്ന കള്ളൻ, ഇവരെല്ലാം കർത്താവിനെ പരിഹസിച്ചു. നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വാ. നീ മറ്റുള്ളവരെയൊക്കെ രക്ഷിച്ചില്ലേ, നിനക്ക് തന്നെത്താൻ രക്ഷിക്കാൻ പറ്റുന്നില്ലേ, ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വാ. പിശാച് ഇവരെല്ലാരെയും കൊണ്ട് കർത്താവിന്റെ അടുത്ത് പറ. കർത്താവ് അനങ്ങിയോ? നമ്മളാണെങ്കിലോ അപ്പൊ നമ്മൾ തെളിയിക്കും. അപ്പൊ നമ്മളെ പറഞ്ഞല്ലേ, അപ്പ ഇത് ഞാനല്ലേ, മോളല്ലേ, മകനല്ലേ, വിളിച്ചതല്ലേ, വേർതിരിച്ചതല്ലേ, എന്തുകൊണ്ടാ മിണ്ടാതിരിക്കുന്നത്, എന്തുകൊണ്ടാ പ്രവർത്തിക്കുന്നത്, നമ്മൾ ചോദിക്കും. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞ കാര്യം പറഞ്ഞെന്ന് നമ്മൾ പറഞ്ഞ വചനത്തിൽ എന്നോട് കർത്താവ് ഉച്ചയ്ക്ക് ഇടപെട്ട കാര്യം കർത്താവ് പറഞ്ഞത്, ഈ സകലത്തിന്റെ അധികാരിയാണ് ഞാൻ. സകല അധികാരമുണ്ട്. അന്നേരം ഒന്ന് നോക്കിയിരുന്നെങ്കിൽ പോലും, അന്നേരം ഒന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഹാലി എത്ര ദൂത കൂട്ടം ഇറങ്ങുമെന്നറിയാം, എത്ര ലക്ഷ്യം അങ്ങനെ എത്ര ഹാലി അത്രത്തോളം ഒരു അവിടെയുള്ള സ്വർഗത്തിലുള്ള സകല ദൂതന്മാരും റെഡിയായി നിൽക്കുക വാക്കിന് വേണ്ടി, വാക്ക് വേണ്ട ഒരു നോട്ടത്തിന് വേണ്ടിയിട്ട്. കർത്താവ് ചലിച്ചില്ല. അധികാരമില്ലാഞ്ഞിട്ടല്ല ഫലപ്രയോഗ, പക്ഷെ ഈ ഇതിൽ കൂടെ ഞാൻ കടന്നു പോകണമെന്നുള്ളത് ദൈവത്തിന്റെ നിശ്ചയമാണെന്നുള്ളതും, അതുപോലെ തന്നെ ഇതിൽ കൂടെ ഞാൻ കടന്നു പോയാൽ മാത്രമേ പിശാചിനെ പൂർണ്ണമായും പരാജയപ്പെടുത്താൻ കഴിയത്തുള്ളൂ ദൈവത്തിന്. അവിടെ രണ്ട് വാക്കൊക്കെ പറഞ്ഞിട്ട് മരിച്ചെങ്കിൽ അത്രയും സക്സസ് ആകത്തില്ല. അപ്പൊ നമ്മളിവിടെ വന്നിരുന്ന് പായത്തോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദൈവത്തോട് വഴക്കിടുമ്പോ പിശാച് അവിടെ നിന്ന് പറയാ, എന്തായാലും കുറെ നാളുകളായിട്ട് വിചാരിച്ചു, അപ്പൊ എനിക്ക് സന്തോഷമാണ്. അപ്പൊ ഇതാണ് നമുക്കൊക്കെ പറ്റുന്ന പരാജയം. പലപ്പോഴും നമ്മൾ അഭിഷേകത്തിന്റെ തലത്തിലേക്കും പല ഇതിലേക്ക് കയറി വന്നിട്ട് ദൈവം കൃപയാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ പറയും, എനിക്ക് എപ്പോഴും അറിയാം, എവിടെയെങ്കിലും നമ്മൾ മനസ്സൊന്ന് ഇടിയെന്ന് തോന്നിയാൽ, നമ്മൾ ഇത്രയും ഡിസ്റ്റർബ്ഡ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ ദൈവത്തിന് അഭിഷിക്തന്മാരെ അയക്കും. നമ്മളെ പിശാച് എവിടെ എന്തെങ്കിലും 1% നമ്മൾ ചോർത്തിക്കളയാൻ, 10% നമ്മൾ ചോർത്തിക്കളയാൻ ശ്രമിച്ചാൽ ദൈവം 100% നമ്മളിലേക്ക് പകർന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളെ 100%. ഞാൻ പറയാം, ഇന്നലത്തെ 12 hours prayer ഞാൻ പറയാം, എന്റെ ജീവിതത്തിൽ ഏറ്റവും ഹല്ലേലൂയ ഞാൻ പറയാം, ഒരു റെസ്റ്റോറേഷൻ ഒക്കെ അതുപോലെ ദൈവം ഹല്ലേലൂയ. ഞാൻ പണ്ടൊക്കെ എപ്പോഴും പറയുന്നത്, പാസ്റ്ററുടെ പ്രേയർ ഉദ്ഘാടനം എന്റെ തലയിലായിരിക്കും. ഇന്നലെ അതുപോലെ തന്നെ തുടങ്ങിയിട്ട് വൈകിട്ട് വരെ അതുപോലെ ഹല്ലേലൂയ അഭിഷേകത്തിന്റെ പകർച്ച നടന്നു. അത് നടന്നു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് ഉച്ചക്കൽ മീറ്റിംഗ് കഴിഞ്ഞ് ഇങ്ങോട്ട് ബസ്സിൽ നിന്ന് ഉറങ്ങിയപ്പോഴേ ശ്രദ്ധിക്കുന്ന കാര്യം, ഉറങ്ങുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുകയാണ്. നേരത്തെ ഞാൻ പറയത്തേ, ഉറക്കത്തെ അന്യഭാഷ, അകത്ത മനുഷ്യ അന്യഭാഷ എനിക്ക് കേൾക്കാൻ പറ്റുന്നു. അതിന്ന് ഇങ്ങനെ ഞാൻ ഉറങ്ങുമ്പോ അകത്ത മനുഷ്യ അന്യഭാഷ പറയുന്നത് കേട്ടോണ്ടിരിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി, അതൊക്കെ എവിടെയൊക്കെ കേൾക്കാതെ കുറെ നാളുകളായിട്ട് മങ്ങിക്കിടന്ന് തല ഓപ്പൺ ആയെന്നുള്ളത് മനസ്സിലായി. ഹല്ലേലൂയ. നമ്മുടെ സ്പിരിച്വലി ഇതൊന്നും പോകത്തില്ല. പക്ഷേ എവിടെയൊക്കെയോ നമ്മുടെ ഹല്ലേലൂയ മാനസികമായിട്ട് നമ്മുടെ വൈകാരികമായ ചില കാര്യങ്ങളിലൂടെ പോകുമ്പോൾ എന്താ പറ്റുക വെച്ചാൽ, നമ്മുടെ ആത്മീയതയ്ക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വരുമ്പോൾ, ആത്മീയതയെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ മറിഞ്ഞിരിക്കുന്ന പോലെ തോന്നും. ജഡം നമ്മളെ ഇതിനെയൊക്കെ മാറ്റുക. അപ്പൊ ഇതൊക്കെ നമുക്ക് ഓപ്പണായി, അപ്പൊ പിശാച് എന്തെങ്കിലുമൊക്കെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ കൊണ്ട് 10 വർത്തമാനമൊക്കെ പറയിച്ച് നമ്മളെ ഒതുക്കി നാം വിചാരിക്കാൻ, ദൈവം പറയും, നീ വിചാരിക്കത്തേ ഉള്ളൂ, പക്ഷെ ഞാൻ ഒതുക്കത്തില്ല. അടുത്ത ദൈവം അതിന്റെ ഡബിൾ ഡോസിൽ നേരത്തുണ്ടായിരുന്നതിന് ഒരു 10 ഇരട്ടിയിൽ ദൈവം ഇങ്ങോട്ട് പകരും. ഹല്ലേലൂയ. അവിടെയാണ് ദൈവത്തിന്റെ സ്നേഹം. അതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഇത്രയും നാളെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതിന്റെ കാര്യമാണ്. ഹല്ലേലൂയ. കാരണം പിശാച് എവിടെയൊക്കെ നമ്മൾ ഒതുക്കാൻ നോക്കുന്നു, അവിടെ ഒതുങ്ങിപ്പോൻ ദൈവം അവിടെ നിന്നൊക്കെ ശക്തമായിട്ട് പുറത്തു വരും നമ്മൾ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ വിചാരിക്കുക, മോശയുടെ കാര്യം നമുക്ക് പിന്നെ കൊണ്ട് വായിച്ച് എല്ലാവർക്കും കഥ പോലെ അറിയാം. പക്ഷെ ഞാൻ പറയാം, കഥ പോലെ നമ്മൾ ഒരിക്കലും ദൈവത്തിന്റെ വചനത്തെ എടുക്കരുത്. ഹല്ലേലൂയ. അറിവായിട്ടും എടുക്കരുത്. റെവലേഷനായി തന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറണം. ഹല്ലേലൂയ. അവിടെ നമ്മുടെ അപ്പൊ മോശ ചോദിച്ച ചോദ്യങ്ങൾ ഞാനും പല പ്രാവശ്യം ചോദിച്ചു. അപ്പൊ മോശ പറഞ്ഞതുപോലെ പല പ്രാവശ്യം ഞാനും പറഞ്ഞു. പക്ഷേ അവിടെയൊക്കെ നമുക്ക് ഒരു മോശയുടെ പ്രതീക്ഷ എല്ലാം നഷ്ടപ്പെട്ടു. ദൈവം സംസാരിക്കുന്നില്ല, ഇനി മോശയെ കൊണ്ടൊന്നും കൊള്ളത്തില്ല, ആരോഗ്യം അല്ലെങ്കിൽ ചിലപ്പോൾ ആരോഗ്യം ഉണ്ടായിരിക്കും അന്നത്തെ കാലത്തൊക്കെ, പക്ഷേ ഒരു കഴിവുമില്ല, എല്ലാം നഷ്ടപ്പെട്ട് ഇനി ഒരു ഹോപ്പും ഇല്ലാന്ന് തോന്നിപ്പം ദൈവം വിളിച്ചു. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ അപ്പോയിന്റഡ് ടൈമില് ദൈവം ആ സമയത്ത് നമ്മൾ അങ്ങോട്ട് പോയി ദൈവമുണ്ട്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തെ കേട്ട ചില വാക്തത്വങ്ങളാമേ, മരണപ്പെട്ടു പോയി, ഇനി ഒരിക്കലും നടക്കത്തില്ല,
ഇനി ഒരു ചാൻസും ഇല്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആമേ ഹല്ലേലൂയ. ആ ദൂതുകളോടൊക്കെ ഒന്ന് പറയുക, ദൂതുകളൊന്നും മറപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. അതിന്റെ ടൈം വരാൻ പോകും. ആ കറക്റ്റ് ടൈമിൽ, ആ അപ്പോയിന്റഡ് ടൈമിൽ ദൈവം ഹല്ലേലൂയ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ അത് പ്രവർത്തിക്കും. അല്ലെ, 40 വർഷം ചോദിച്ചിട്ട് മറുപടി പറയാതിരുന്ന മോശേനെ ഒറ്റ ദിവസം ദൈവം വന്നിട്ട് അപ്പോയിന്റ് ചെയ്ത് പറഞ്ഞു വിട്ടു. അന്നേരം മോശ കുറെയൊക്കെ എക്സ്ക്യൂസുകളൊക്കെ പറഞ്ഞു ഒഴിവാകാൻ നോക്കിയിട്ട് പോലെ ഒഴിവാക്കി വിടത്തില്ല. കാരണം ഞാൻ പറയാം, ഇതിനകത്ത് കഴിക്കുന്ന ഓരോ ആൾക്കാരും ഞാൻ പറയാം, നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ പറഞ്ഞേക്ക് ഒരൊറ്റ വാക്തത്വം പോലും പാഴായി പോകത്തില്ല. അത് ദൈവത്തിന്റെ സമയത്ത് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. നമുക്ക് അതിന് വേണ്ടുന്ന കാര്യം വെച്ചാൽ ദൈവമേ ആ വാക്തത്വങ്ങൾ വിശ്വസിക്കാനുള്ള കൃപയും ആമേൻ ദീർഘക്ഷമയോട് കാത്തിരിക്കാനുള്ള ആ കൃപയും, ഇത് രണ്ടും ഞങ്ങളുടെ മേൽപ്പാണ്. ഏതവസ്ഥയിലും ദൈവത്തെ സംശയിക്കാതെ, ദൈവശബ്ദത്തെ സംശയിക്കാതെ, അതിനോട് ഹല്ലേലൂയ ആമേൻ, അതിനെ നമ്മുടെ വായി കൊണ്ട് ഹല്ലേലൂയ ആമേൻ, നമ്മുടെ നാവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ പറയാം, നമുക്ക് സങ്കടമൊക്കെ എന്തെങ്കിലും പറയാം, ദൈവത്തിന് മനസ്സിലാവും. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ അല്ലല്ലേ. നമ്മളെ എങ്ങനെ ഇത് പറയും, എന്ത് വിചാരത്തോടെ ഇത് പറയും ദൈവത്തിന് നന്നായിട്ട്. ദൈവം അങ്ങനെയൊന്നും നമ്മളും ദൈവത്തോട് വഴക്കിട്ടെന്നൊക്കെ വിചാരിച്ച ദൈവം നീ വഴക്കിട്ട് കഴിഞ്ഞാൽ നിന്നെ തള്ളിക്കളഞ്ഞു, അങ്ങനൊന്നുമില്ല. അങ്ങനെ തള്ളിക്കളയണമായിരുന്നെങ്കിൽ ആദ്യം ആര് തള്ളിക്കളയെന്ന് ഞാൻ പറയാം. 3 പ്രാവശ്യം തള്ളി പറഞ്ഞ് പ്രാഗി ആണയിട്ട് പത്രോസിനെ മാറ്റി നിർത്തി ദൈവം പുതിയ ഒരാളെ അപ്പോയിന്റ് ചെയ്തു. ഇല്ലേ, പത്രോസിനെ മാറ്റിയില്ലല്ലോ ദൈവം. 3 പ്രാവശ്യം തള്ളി പറഞ്ഞ് ദൈവം പറഞ്ഞ് മുന്നമേ പറഞ്ഞ് നീ എന്നെ ഇന്ന് കോഴി ഒന്ന് 3 പ്രാവശ്യം നല്ല പറഞ്ഞ എന്താ, ഞാൻ മരിക്കാനും വേണം റെഡിയാ. അങ്ങനെ ഒരിക്കലും സംഭവിച്ചു. ഈ പറഞ്ഞ പത്രോസ് തന്നെ അന്ന് കോഴി പോകുന്നതിന് 3 പ്രാവശ്യം തള്ളി പറഞ്ഞത് മാത്രല്ല, അറിയത്തില്ലെന്ന് പറഞ്ഞ് പ്രാഗി ആണയിട്ട്, അല്ലെ, ഇത്രയും കാര്യം ചെയ്ത പത്രോസിന് ആമേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്ന ആൾക്കാരെ തള്ളിക്കളയുന്ന ആദ്യം പത്രോസ് തള്ളിക്കളഞ്ഞു. പക്ഷെ പത്രോസിന് ദൈവം, അതുകൊണ്ട് നമ്മൾ വഴക്കിടുമ്പോഴൊക്കെ ദൈവത്തിന് അവള് വഴക്കിടുന്നത് എന്തുകൊണ്ടല്ല, അവളുടെ ഹൃദയം ഇതാണ് അല്ലാതെ ആമേ ദേഷ്യം സങ്കടം വരുമ്പോൾ വേറെ ആരുടെ ചെയ്ത. അതുകൊണ്ട് അതിലൊന്നും പാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേങ്കിൽ ഞാൻ പറയാം, നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്ന കാര്യങ്ങളിൽ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ദൈവത്തിന് ഒരിക്കലും, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും മാറ്റം വരത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഫലം കഴിക്കാൻ നോക്കരുത്. നമ്മളിലൂടെ ദൈവം ഫലം കഴിക്കാൻ നോക്കണം. ദൈവത്തിന്റെ ടൈമിൽ നമ്മൾ കാത്തിരിക്കണം. ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കും. കാരണം ഞാൻ ചോദിക്കുന്ന അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്ക് റെസ്പോൺസിബിലിറ്റി സ്പോൺസർക്കല്ലേ. സ്പോൺസർ ചെയ്യിപ്പിച്ചെടുക്കും. നമ്മുടെ മുദ്രയിട്ട പരിശുദ്ധാത്മാനാണ് പറയുന്നത്. പരിശുദ്ധാത്മാവല്ലേ നമ്മുടെ അസൈൻമെന്റ് ഏറ്റെടുത്തേക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രോജക്റ്റില്ലേ നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധാത്മ ഏറ്റെടുത്ത ഒരു പ്രോജക്റ്റ് ഇന്നുവരെ പരാജയപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മളൊരു പരാജയമല്ല. ദൈവത്തിന്റെ ടൈമിനായിട്ട് വെയിറ്റ് ഇരിക്കുക. ആമേ ഹല്ലേലൂയ. ആ സമയത്ത് നമ്മുടെ മേൽ കിടക്കുന്ന സകല വാഗ്ദത്തങ്ങൾ നിവൃത്തിയാകുക തന്നെ ചെയ്യും. അത് എത്ര വലിയ നമുക്ക് ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത വാഗ്ദത്തമാണെങ്കിൽ പോലും അത് നിവൃത്തിയാകുക തന്നെ ചെയ്യും. ആമേ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.